ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. 2022 ഖത്തർ വേൾഡ് കപ്പിന് ശേഷം ഒരുപാട് പരിശീലകരെ ബ്രസീൽ പരീക്ഷിച്ചിരുന്നു. പക്ഷേ അതൊന്നും ഫലം കാണാതെ പോയി. പിന്നീട് കാർലോ ആഞ്ചലോട്ടിയിലാണ് ഇപ്പോൾ ബ്രസീൽ എത്തി നിൽക്കുന്നത്. ഈ ഇറ്റാലിയൻ പരിശീലകനെങ്കിലും വിജയകരമായി കൊണ്ട് ബ്രസീലിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇപ്പോൾ ബ്രസീലിയൻ ആരാധകർ ഉള്ളത്. ഏതായാലും ഒരുപാട് സൂപ്പർ താരങ്ങൾ ബ്രസീലിയൻ ടീമിലുണ്ട്. പക്ഷേ ദേശീയ ടീമിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവർക്ക് തിളങ്ങാൻ കഴിയുന്നില്ല. അതാണ് ബ്രസീൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇതേക്കുറിച്ച് ഹൊസെ മൊറീഞ്ഞോ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അതായത് ബ്രസീലിയൻ ടീമിൽ ഉള്ള എല്ലാ താരങ്ങളെക്കാളും മുകളിലാണ് കാർലോ ആഞ്ചലോട്ടി. കാരണം അത്രയധികം നേട്ടങ്ങൾ കാർലോ ആഞ്ചലോട്ടി കൈവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമ്പൂർണമായ ഒരു ആധിപത്യം കാർലോ ആഞ്ചലോട്ടിക്ക് ഉണ്ടാകും. താരങ്ങളുടെ ഈഗോ മാനേജ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയും. അങ്ങനെ ബ്രസീലിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കാർലോ ആഞ്ചലോട്ടിക്ക് സാധിക്കും എന്നൊക്കെയാണ് പ്രശസ്ത പരിശീലകനായ ഹൊസെ മൊറീഞ്ഞോ തൻ്റെ പുതിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത്. മൊറീഞ്ഞോയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഒരു പരിശീലകൻ എന്ന നിലയിൽ ആഞ്ചലോട്ടിയുടെ നിലവാരം അത് വളരെയധികം ഉയർന്നതാണ്. അതിന് താഴെയേ ബ്രസീലിയൻ താരങ്ങളുടെ നിലവാരം വരികയുള്ളൂ. ഒരുപാട് കിരീടങ്ങളും നേട്ടങ്ങളും സ്വന്തമാക്കിയിട്ടുള്ള പരിശീലകനാണ് ആഞ്ചലോട്ടി. അതുകൊണ്ട് തന്നെ മറ്റാരേക്കാളും കൂടുതൽ പവർ ബ്രസീലിനകത്ത് ആഞ്ചലോട്ടിക്ക് തന്നെയായിരിക്കും. തീർച്ചയായും നെയ്മർ ജൂനിയർ ഈ പരിശീലകന് കീഴിൽ ഹാപ്പി ആയിരിക്കും. നെയ്മർ നിർബന്ധമായും ഈ പരിശീലകന്റെ പാത പിന്തുടരേണ്ടതുണ്ട്. ഇതാണ് ഹൊസെ മൊറീഞ്ഞോ പറഞ്ഞിട്ടുള്ളത്. നല്ല രൂപത്തിൽ കാർലോ ആഞ്ചലോട്ടിക്ക് ബ്രസീലിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, താരങ്ങളെ മാനേജ് ചെയ്യാൻ കഴിയും എന്നാണ് ഇപ്പോൾ ഹൊസെ മൊറീഞ്ഞോ വ്യക്തമാക്കിയിട്ടുള്ളത്. വരുന്ന ഇന്റർനാഷണൽ ബ്രേക്കിൽ 2 വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ ബ്രസീൽ കളിക്കുന്നുണ്ട്. ചിലി, ബൊളീവിയ എന്നിവരാണ് ബ്രസീലിന്റെ എതിരാളികൾ. ആ മത്സരങ്ങളിൽ ടീമിനെ വിജയത്തിലേക്ക് നയിക്കാൻ കഴിയും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ആരാധകരുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.